ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഗായ്സ് ആദിക്കുട്ടൻ. എൻ്റെ പേര് ആദിരവല. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന സുഡു. ഞാൻ പഠിക്കുന്ന മനസ്സില്ല, അവിടെ എനിക്കറിയില്ല. ഇവനെ ഞങ്ങളെല്ലാവരും വിളിക്കുന്ന സുഡു എന്നാട്ടോ. സുഡു എന്നും വിളിക്കും, ആദിക്കുട്ടാന്നും വിളിക്കും, എല്ലാം വിളിക്കും. കൊച്ചു 1ാം ക്ലാസ്സിലാണ് പഠിക്കണേ. എവിടെ പഠിക്കണേ? സെന്റ് ഫിലോമിനാസ് പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജിലാണ് കൊച്ചു പഠിക്കുന്നത്. 1ാം ക്ലാസ്സിലല്ലേ? നമ്മൾ വീട്ടിൽ വന്നിട്ട് പിള്ളേരെയും കൂട്ടിയിട്ട് റോട്ടിലേക്കൊക്കെ വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടി പോകാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആദിക്കുട്ടനും അത് ദൈവത്തിനും കൂടെയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഓടി കളിക്കുമായിരുന്നു. നമ്മുടെ കുട്ടൂസി വന്നിട്ടുണ്ട്. അവിടെ പറമ്പിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കായിട്ട് വന്നതായിട്ട്. അപ്പോൾ ആലങ്കോട്ടനും കുട്ടൂസിയും കൂടെ പോവാണ്. അപ്പോൾ ഓൾറെഡി അവിടെ രോഹിത്തും സച്ചുവും കളിക്കുന്നുണ്ട്. കിച്ചു കൂടെ ഇവിടെ ഫോണിൽ കുത്തിയിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ അതേ കൂട്ടം കൂടി അവിടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ മുരിങ്ങ മരത്തിലുണ്ടായ മുരിങ്ങക്കായാണ്. ഒരുപാട് പൂ ഇട്ടിട്ടുണ്ട് ഇപ്രാവശ്യം. കുറേയൊക്കെ കായ ആയിട്ടും ഉണ്ട് കേട്ടോ. ഈ എല്ലാ പ്രാവശ്യവും ഇതിൽ നല്ലപോലെ തന്നെ മുരിങ്ങക്കായ ഉണ്ടാകാറുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ ചെറുതാണ്, കണ്ടോ? ഈ പാകമായിട്ടുള്ളൂ അപ്പോൾ കുറേ ഉണ്ടായിട്ടുണ്ട്. അങ്ങ് മേളിലേക്കൊക്കെ ഒരുപാട് കിടപ്പുണ്ട് കേട്ടോ. നല്ലപോലെ പൂ ഇട്ടിട്ടുമുണ്ട് കേട്ടോ ഈ പ്രാവശ്യം. ഈ പോകുന്നത് എൻ്റെ കറുമ്പിക്കോഴിയാട്ടോ. വീട്ടിലാകെ ഒരു കോഴിയേ ഉള്ളൂ, അതിതാണേ. ഇത് കറുമ്പിക്കോഴിൻ്റെ ഇത് പൂച്ച എൻ്റെ പുറകെ വരുന്നത്. ഞാൻ തോട്ടത്തിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ പുറകെ വരുന്ന കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. നമുക്ക് തോട്ടത്തിന് താഴെ പാടമാണ്. ഇവിടെ ഏക്കർ കണക്കിന് പാടമാട്ടോ ഉള്ളത്. അപ്പോൾ ഇതിവിടെയുള്ള ഒരു കുളമാണ്. ഇതിനെ ഗന്ധർവ്വക്കുളം എന്നും പറയും, ആമക്കുളം എന്നും ഒക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി, കാരണം വേനലൊക്കെ അല്ലായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ കുറേ വീണ് കിടപ്പുണ്ട്. അപ്പോൾ അത് എന്ത് കായെന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പൊട്ടിച്ച് നോക്കാൻ വേണ്ടി എടുത്തായിരുന്നു കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മരോട്ടിക്കയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിത് എന്താണെന്ന് സംഭവം ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇത് മരോട്ടിക്കയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളത് ചുമ്മാ ഇങ്ങനെ പൊട്ടിച്ച് നോക്കിയതാട്ടോ. അപ്പോൾ അതേ അകത്തൊരു റംബൂട്ടാൻ്റെ കണക്കൊരു സംഭവമാട്ടോ അകത്തിരിക്കുന്നത്, കണ്ടില്ല. പക്ഷെ നാറ്റം ഒരു ചീഞ്ഞക്കൂട്ടൊരു നാറ്റമായിരുന്നു. ഞാൻ എടുത്തൊന്ന് മണത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കെട്ട നാറ്റമായിരുന്നു കേട്ടോ. അതെന്നാന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് നോക്കി ഇങ്ങനെ കാണിക്കുമായിരുന്നേ. അപ്പോൾ ഇത് 2 ദിവസത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇത് 2ാമത്തെ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഇപ്രായം സൂര്യനൊക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത് നമ്മുടെ കല്യാണ സൗഗന്ധിക കേട്ടോ ഈ പൂവ്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അപ്പോൾ ദേ ഉണ്ണിക്കുട്ടനും റോഷനും കൂടെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കുളിച്ചൊരുങ്ങി റോട്ടിൽ കയറി നിൽപ്പുണ്ട് കേട്ടോ. ഇവർക്ക് സ്കൂൾ ബസ് വരും. കണ്ടില്ലേ, നല്ല കോടയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കോടയുണ്ട്. പിന്നെ ദേ ഇത് മേളിൽ മേരിയമ്മയുടെ ചെടിയിൽ ജമന്തിപ്പൂ ഉണ്ടായി നിൽക്കുന്ന കേട്ടോ. മഞ്ഞ ജമന്തിയാണ്. അപ്പോൾ ഇപ്രാവശ്യം അത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മേരിയമ്മയുടെ അടുത്ത് ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദേ രാവിലെ അവർ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഒരു 6:45 ആയപ്പോഴത്തേക്കും പാടത്ത് പോയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല കോടയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഒരു 6:45 ആയപ്പോഴത്തേക്കും പാടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. നല്ല ഭംഗിയാണ്. നമ്മുടെ ഇവിടെ അപ്പുറം പാടമാണ് മൊത്തം. അപ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ രാവിലെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ നമ്മുടെ ഡിങ്കൻ ഇവിടെ കിടപ്പുണ്ട്. അവന് വയ്യ, അവൻ്റെ കഴുത്ത് മുറിഞ്ഞിരിക്കുക. അപ്പോൾ അവൻ്റെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഇവിടുത്തെ പാടം. ഞാൻ രാവിലെ പാടത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഒരു 6:45 ആയിട്ടേ ഉള്ളൂ. ഈ നെല്ലയിൽ കൂടെയൊക്കെ മഞ്ഞതുള്ളി പറ്റി പിടിച്ചിരുന്നിട്ട് ഒരു വെള്ള കളറിലാട്ടോ ഇരിക്കുന്നത്. നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതാ ചുറ്റും കണ്ടില്ലേ, നല്ല കോടയാണേ. കണ്ടോ, എനിക്ക് ഫോണിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് അറിയില്ല, കാരണം ഫോണിന് ക്ലാരിറ്റി കുറവാണ്. എന്നാലും അത്യാവശ്യമൊക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദേ മഞ്ഞുതുള്ളിയൊക്കെ പറ്റി പിടിച്ച് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എന്ത് രസമാണെന്നറിയോ, കണ്ടില്ലേ. അപ്പോൾ ഞാൻ പതിയെ പാടത്തേക്കൊന്ന് ഇറങ്ങുവാണ്. ഇപ്പോൾ ഒരു സമയം ഒരു 6:45 ആയിട്ടുള്ളൂ. ഈ രാവിലെ എണീറ്റിട്ട് ഈ പാടത്തൊക്കെ വന്ന് നിന്ന് ഈ കോടയൊക്കെ കൊണ്ട് നിൽക്കുമ്പോൾ എന്തൊരു രസമാണെന്നറിയോ. നമുക്ക് എവിടെയും കാണാത്ത കാഴ്ചകളൊക്കെ നമുക്ക് ചുറ്റും തന്നെയുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ഇട്ട് കാണാം. അതുവരെ ബൈ.